ഹായ് ഓൾ, ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ റീൽ അപ്ലോഡ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട്. അത് 2 പാർട്ടായിട്ട് ഇടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പാർട്ട് ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഫുൾ വ്യക്തമായിട്ട് ഓരോന്ന് സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ആ ഫസ്റ്റ് പാർട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുക. തൊട്ട് മുമ്പത്തെ വീഡിയോ തന്നെയാണ്. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ആ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കുക. നമ്മൾ ഈ വീഡിയോയുടെ മാറ്റർ എന്താണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വീഡിയോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റർ നമ്മളിവിടെ എഴുതി കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഹാഷ്ടാഗ് അടിച്ചു കൊടുക്കുക. ഒരു 3, 4, 5 ഹാഷ്ടാഗ് അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ ടൈറ്റിലും ഹാഷ്ടാഗ് വെച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത് പോകേണ്ടത് ഇവിടെ ഷെയർ ടു ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഗ്രൂപ്പിനെ എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് വെക്കേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള ഗ്രൂപ്പിനാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ജോയിൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പിലേക്ക് നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. അന്നേരം നിങ്ങൾക്ക് അവിടെ ചെറിയൊരു മാറ്റർ അവിടെ കൊടുക്കാൻ വേണ്ടി പറയും. ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സേവ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് ആ വീഡിയോ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നതിന് അതിൻ്റെ കൂടെ തന്നെ ഈ ഗ്രൂപ്പിലേക്കും പോകുന്നതിനായിരിക്കും. അത് നിർബന്ധമല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അത് ഗ്രൂപ്പിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നല്ല ഗ്രൂപ്പിലൊക്കെ ആയിരിക്കണം. അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന ആഡ് ടു പ്ലേലിസ്റ്റ്. ഈ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും പ്ലേലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ആ വീഡിയോ അതേ പ്ലേലിസ്റ്റിലേക്കും കൂടി ഈ പേരിട്ടിരിക്കുന്ന പ്ലേലിസ്റ്റിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ ആഡ് ആവുമ്പോൾ ഈ പ്ലേലിസ്റ്റിനെ കൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രൊഫൈലിലേക്ക് വേറെ ആരെങ്കിലും സെർച്ച് ചെയ്ത് വരുമ്പോൾ അവർക്ക് നമ്മളുടെ ഓരോ വീഡിയോ തരംതിരിച്ചിട്ട് നമ്മൾ എത്രത്തോളം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നോ അതിനനുസരിച്ചിട്ട് അവർക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഷെയർ ടു യുവർ സ്റ്റോറി എന്നാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റീല് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏത് റീലായാലും ശരി നമ്മളിവിടെ എനേബിൾ ഷെയർ ടു സ്റ്റോറിയിലേക്ക് ഇവിടെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്റ്റോറിയും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സ്റ്റോറിയിലേക്കും കണക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അത് അവിടെ മാത്രമല്ല, നമുക്ക് തൊട്ട് താഴെയുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഷെയർ ഓൾവേസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ വീഡിയോസും ഡയറക്റ്റ് അതിലേക്ക് സ്റ്റോറിയിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഈ നാലാമത്തത് ഇൻസ്റ്റഗ്രാം. നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കുമായിട്ട് നമ്മൾ ക്രോസ് പോസ്റ്റിംഗിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റീല് നമ്മൾക്ക് അതിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ഇടുക. നമുക്ക് ഇത് ഓൺ ആക്കി കൊടുക്കാം. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്, ഷെയർ ഓൾവേസ്, സെറ്റ് ഷെയറിംഗ് ഫ്രീക്വൻസി. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റീല് മാത്രം റീൽസിലേക്ക് ഷെയർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൊടുക്കാം. ഓക്കെ, ഈ താഴെയുള്ള ടിക്കറ്റ് കൊടുക്കാം. അതല്ലാതെ എല്ലാ വീഡിയോയും നമുക്ക് റീൽസിലേക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് ഷെയർ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മുകൾ ഭാഗത്ത് ടിക്കറ്റ് കൊടുക്കാം. ഓക്കെ, മനസ്സിലായില്ല? എന്നിട്ട് ടിക്കറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ അടിക്കാം. ഇനി നമ്മൾ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് 5ാമത്തെ ഓപ്ഷനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ട്രാൻസ്ലേറ്റ് യുവർ വോയിസ് വിത്ത് മെറ്റ AI. അതായത് 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതർ ലാംഗ്വേജിലുള്ളവർക്കും കാണാൻ സാധിക്കും. അതായത് ഹിന്ദിക്കാർക്ക്, ഇംഗ്ലീഷുകാർക്കൊക്കെ ഔട്ട്സൈഡിൽ നമ്മൾ വീഡിയോ റീച്ച് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ നമ്മുടെ വീഡിയോ കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് കാണാൻ സാധിക്കും. ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, ഈ 3ാമത്തെ ഭാഗത്ത് നമുക്കിവിടെ ടിക്കറ്റ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ഏതൊക്കെ ഭാഷയിലാണ് വേണ്ടത് ആ ഭാഷയിലൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ട് സേവ് അടിച്ചു കൊടുക്കുമ്പോഴാണ് ആ ഓപ്ഷൻ നമുക്ക് എനേബിൾ ആയിട്ട് ലഭിക്കുള്ളൂ. ഓക്കെ, ഇനി 7ാമത്തെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് AB ടെസ്റ്റ്. അതായത് നമ്മളുടെ റീലിൻ്റെ കവർ ടെസ്റ്റ്, ക്യാപ്ഷൻ ടെസ്റ്റ്, ഓട്ടോ AB ടെസ്റ്റിങ്, ഇങ്ങനെ ഓരോ ടെസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഈ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്തിനാ വരുന്നത് ആ റീലായിരിക്കും നമ്മളുടെ റീൽസിന്റെ ഷെൽഫിൽ വരുന്നതും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ
അപ്ഡേറ്റ് ആയിട്ട് വരുന്നതും. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കല്. അപ്പോൾ ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല. അപ്പോൾ നിങ്ങളോടും എനിക്ക് നിൽക്കണമെന്ന് പറയാൻ താല്പര്യമില്ല. അപ്പോൾ അതിന് നമ്മൾ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലായിരിക്കും അതിന് റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ നിൽക്കാറില്ല. പിന്നീട് വരുന്നത് ആഡ് AI ലേബൽ. ആഡ് AI ലേബൽ എന്ന് വെച്ചാൽ നമ്മൾ AI ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മളെ മാറ്റർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ റീൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഓൺ ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ വരുന്ന ബൂസ്റ്റ് റീല്. ഈ ബൂസ്റ്റ് റീല് വീഡിയോ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓപ്ഷനൊക്കെ മാറുന്നതായിരിക്കും. നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അത് ഓഫ് ആക്കിയിട്ട് വെക്കാം. ഇനി നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നീട് വരുന്നത് നമുക്കിവിടെ ബ്രാൻഡ് പാർട്ട്ണർഷിപ്പ്. അതായത് നമ്മൾ ഏതെങ്കിലും ബ്രാൻഡുമായിട്ട് നമ്മളിവിടെ ടൈപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു പേയ്മെന്റ് വാങ്ങിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പിന്നെ റീല് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അത് എല്ലാ അക്കൗണ്ടിലും ഈ ബ്രാൻഡ് പാർട്ണർഷിപ്പ് എത്തണം എന്നില്ല. ചില ആൾക്കാരുടെ അക്കൗണ്ടിൽ മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷനും എല്ലാവരുടെ അക്കൗണ്ടിലും ഉണ്ടാവണമെന്നില്ല. പലരുടെ അക്കൗണ്ടിലും വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ബ്രാൻഡ് പാർട്ണർഷിപ്പ് ഈ ടൈപ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാൻഡായിട്ട് ടൈപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഭാഗം നിങ്ങൾ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ചെയ്യണമെന്നില്ല. ഹു ക്യാൻ സീ ദിസ് റീല്, അത് അവിടെ നമ്മൾ പബ്ലിക് തന്നെ ആക്കി കൊടുക്കണം. ഇത് നമ്മൾ ഓൾറെഡി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പബ്ലിക് തന്നെ കാണും. ഇനി സെറ്റാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പബ്ലിക്കിൽ തന്നെ ടിക്കറ്റ് കൊടുക്കണം. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഷെഡ്യൂളിംഗ് ഓപ്ഷന്. നമ്മൾ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, പിന്നീട് ചെയ്യാനാണ് താല്പര്യം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് എനേബിൾ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ ആ ഇൻസ്റ്റഗ്രാമിലേക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. ആ ഇൻസ്റ്റഗ്രാമിലേക്ക് ഷെയർ ചെയ്യുന്നത് ഓഫാക്കി വെച്ചാൽ മാത്രമായിരിക്കും ഈ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കല്. കണ്ട, ഇതിപ്പോൾ നിലവിൽ ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം. ഇതിപ്പം പോസ്റ്റ് നൗലാണിത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ യൂസ് ചെയ്യാം. പിന്നീട് വരുന്നത് ക്ലോസ്ഡ് ക്യാപ്ഷൻ. നമ്മുടെ വീഡിയോ എന്തും ആയിക്കോട്ടെ, നമ്മൾ അതിൽ സംസാരിക്കുന്ന മാറ്റർ ക്യാപ്ഷനായിട്ട് താഴെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഓപ്ഷനാണിത്. അത് ഉപയോഗിക്കേണ്ടവർക്ക് അത് ഉപയോഗിക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇതൊക്കെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് ഫേസ്ബുക്കിന്റെ ഒരു ഓപ്ഷനാണ്. നമ്മൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നതായിരിക്കും. പിന്നെ സീ മോർ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട്. സീ മോർ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറിൻ്റെ അത് ഓൺ ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. എന്നാലും മറ്റുള്ളവർക്ക് നമ്മൾക്ക് സ്റ്റാർ അയച്ച് തരാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഈ ഏൺ മണിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ടൂൾസ്, അതായത് ഏണിങ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. സ്റ്റാർസ് ഇവിടെ എനേബിൾ ആയിട്ടാണുള്ളത്. കണ്ടന്റ് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടാണുള്ളത്. ഇത് ആഡ് യുവർ സ്റ്റോർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ടീമിന് വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വീഡിയോ ആക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ബർത്ത്ഡേ വിഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാറ്ററാണ് ഈ ആഡ് യുവർ സ്റ്റോർ ഫ്രണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ. അത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റീൽ ഷെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ലിങ്ക് കമന്റിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ പോകുന്നതായിരിക്കും. പിന്നെ ആഡ് പ്രൊഡക്റ്റ് ലിങ്ക്. നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ മുമ്പ് ഒരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ മുമ്പ്, ഏകദേശം 1 വർഷത്തിൻ്റെ അടുത്തായി. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻവിറ്റ് കൊലാബറേറ്റർ. നമ്മൾ ആരോടെങ്കിലും കൊലാബ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആരുടെങ്കിലും കൂടെ കൊലാബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പേരടിച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓണാക്കി അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ, കൊലാബ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ അവരുടെ അക്കൗണ്ടിലെ നോട്ടിഫിക്കേഷനിൽ പോകുന്നതായിരിക്കും. അവരത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലും നമ്മുടെ വീഡിയോ കാണുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് ആഡ് ടോപ്പിക്. നമ്മളുടെ മാറ്റർ വീഡിയോ എന്തുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്, ആ ടോപ്പിക്ക് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഞാനിപ്പോൾ കോമഡി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോമഡി അവിടെ സെലക്ട് ചെയ്യുക. സേവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ കോമഡി എന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷെയർ നൗ ചെയ്യേണ്ടത്. അല്ലാതെ ഡയറക്റ്റ് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് അതേ സ്പോട്ടിൽ തന്നെ ഷെയർ ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് ഒരു ഗുണം ലഭിക്കൂല. ഓക്കെ, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നിങ്ങൾ ശരിക്കും നോക്കി ഇരുന്ന് കണ്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.